നമസ്കാരം. തെലങ്കാനയിലെ മേഡ്ചൽ മൽഗാഗിരി സ്വദേശിനിയായ വിജയശാന്തി റെഡ്ഡി, മകൾ ചേതന റെഡ്ഡി, മകൻ വിശാൽ റെഡ്ഡി എന്നിവരാണ് ഹൈദരാബാദിന് സമീപം ചെർളപ്പള്ളി ഗഡ്ഗേസർ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ ചാടി ജീവനൊടുക്കിയത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വിജയശാന്തി വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ വീട്ടിൽ നിന്നിറങ്ങി. പിന്നീട് നടന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. ഹോസ്റ്റലുകളിലെത്തി പഠിക്കുന്ന മക്കളെ കൂടെ കൂട്ടിയതിനു ശേഷം അവരെയും കൊണ്ട് അവർ ഒരു കാറിൽ റെയിൽവേ ട്രാക്കിന് സമീപമെത്തി. അവിടെ മുതലായിരുന്നു ആ നിമിഷങ്ങളുടെ തുടക്കം. ഒരു തീവണ്ടിയുടെ സൈറൺ മുഴങ്ങി. എന്നാൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് എത്ര ഹോൺ മുഴക്കിയിട്ടും ട്രാക്കിൽ നിന്നും മാറാൻ ആ അമ്മയും മക്കളും തയ്യാറായിരുന്നില്ല. പോലീസ് പറഞ്ഞു. കണ്ണുമടച്ച് അവർ ആ വിധിയെ സ്വീകരിച്ചു. ഒരു നിമിഷം കൊണ്ട് ആ 3 ജീവനുകളും തീവണ്ടി ചക്രങ്ങൾക്കിടയിൽ തീർന്നു. അതൊരു കൂട്ട ആത്മഹത്യയാണോ അതോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഹൈദരാബാദിലെ പോലീസ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ഒരുപോലെ അലട്ടുന്നത്. വിജയശാന്തിയുടെ കാറിൽ നിന്ന് ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിക്കുന്നു. ഇനി ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും മക്കൾ തനിച്ചാകുമെന്ന ഭയവുമാണ് ആ കുറിപ്പിൽ അവർ പങ്കുവച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. ബന്ധുക്കളോട് ക്ഷമാപണവും നടത്തിയിട്ടുണ്ട്. ഈ കുറിപ്പും അവരുടെ ഫോൺ കോൾ വിവരങ്ങളും കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ദുബായിൽ ജോലി ചെയ്യുന്ന വിജയശാന്തിയുടെ ഭർത്താവ് വിവരമറിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട്. കുടുംബത്തിൽ സാമ്പത്തിക പ്രയാസങ്ങളോ വിജയശാന്തിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് അവർ പറയുന്നു. പുറമേ ശാന്തമായിരുന്ന ആ കുടുംബത്തിനുള്ളിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. ബന്ധുക്കളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കും തന്നെ ഇത്തരത്തിൽ മരിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചൊന്നും ഒരറിവുമില്ല. അതേസമയം ഭർത്താവിന്റെയും മൊഴിയെടുക്കുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങളില്ല എന്ന് തന്നെ കുടുംബക്കാർ പറയുമ്പോഴും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ ഒരു സംഭവത്തിന് പിന്നിലുണ്ടോ എന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് രാവിലെയോടെയാണ് കുട്ടികളെ ഹോസ്റ്റലിൽ നിന്നും വിജയശാന്തി കൂട്ടിയത്. തുടർന്ന് അവരുടെ തന്നെ സ്വന്തം കാറിൽ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. പിന്നീട് ട്രാക്കിലൂടെ നടന്നെത്തി. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുന്നിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം മക്കൾ തനിച്ചാകുമെന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും വിജയശാന്തിയെ മറ്റാരെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്തോ എന്ന കാര്യത്തിലടക്കം പോലീസ് അന്വേഷണം നടത്തുകയാണ്. പൈലറ്റ് എത്ര ഹോൺ മുഴക്കിയിട്ടും അവർ ആ സ്ഥലത്തു നിന്ന് മാറിയില്ല. ജീവനൊടുക്കാൻ തീരുമാനിച്ചു തന്നെയാണ് 3 പേരും ആ സ്റ്റേഷനിലേക്ക് എത്തിയത്.